ഹായ്, അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ തുടങ്ങുന്നത്. അക്കൗണ്ടിങ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അക്കൗണ്ടിങ്. നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാൽ വരവും ചെലവും എഴുതി വയ്ക്കാത്തവരായിട്ട് ആരുമില്ല. ഈ വരവും ചെലവും എഴുതി വയ്ക്കൽ തന്നെയാണ് അക്കൗണ്ടിങ്. പക്ഷേ അത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ലെവലിലാണ് നമ്മൾ കാണുന്നത്, ഒരു വ്യക്തിയുടെ നിലയിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളിവിടെ അക്കൗണ്ടിങ് ഒരു പ്രൊഫഷണൽ സബ്ജക്റ്റായിട്ടാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ എഴുതി വയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ആ നിലയിൽ അക്കൗണ്ടിങ് വളരെ സയൻറ്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കുകൾ എഴുതി വയ്ക്കുകയാണ് അക്കൗണ്ടിങ്. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, നമ്മൾ പൈസ ഇട്ട കാര്യങ്ങൾ അവർ അവിടെ എഴുതി വയ്ക്കും, എന്നിട്ട് നമുക്കൊരു പുസ്തകത്തിൽ എഴുതി തരും. നമ്മൾ ഒരു കടയിൽ അക്കൗണ്ട് വയ്ക്കുക എന്ന് പറയാറുണ്ട്. സാധാരണ കടയിൽ നിന്ന് സാധനങ്ങൾ കടം വാങ്ങിക്കുമ്പോഴാണ് അക്കൗണ്ട് വയ്ക്കുക പറയുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സാധനങ്ങൾ കടം വാങ്ങുമ്പോൾ അവരവിടെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കും, നമ്മളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടാവും, അതിലെഴുതി തരും. അപ്പോൾ ഈ അക്കൗണ്ട് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ട് എന്ന് കേൾക്കുന്നവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇടപാടുകൾ, പണമിടപാടുകൾ എഴുതി വയ്ക്കുകയാണ് ബേസിക്കലി അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം. പക്ഷേ അക്കൗണ്ടിങ് ഒരു പ്രൊഫഷണൽ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വൈഡായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ഡെഫിനിഷൻ എന്താണ് അത് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇത് കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല, ഡീറ്റെയിൽഡ് ആയൊരു സെൻറ്റൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്കതിലൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരു പ്രാവശ്യം കൂടി ആ ഡെഫിനിഷൻ പറയാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് at least of a financial character and interpreting the results thereof. അത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ എന്താണ് ഈ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അക്കൗണ്ടിങ് ഒരു പ്രോസസ്സാണ്. അതിൽ കുറേ ആക്ടിവിറ്റീസ്, കുറേ പ്രക്രിയകൾ അതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്? റെക്കോർഡിങ് ഫസ്റ്റ് വൺ, ദെൻ ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിങ്, ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമ്മളൊരു ബിസിനസ് നടത്തുകയാണെന്ന് വിചാരിക്കുക. ഒരു ബിസിനസ്, ഒരു കച്ചവടം നടത്തുന്നു. അപ്പോൾ ആ കച്ചവടത്തിൽ ചില ട്രാൻസാക്ഷൻസ് 2010 ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് വിചാരിക്കുക. ഒരു എക്സാമ്പിളിന് വേണ്ടി മാത്രം പറയുകയാണ്. 2010 നടന്ന ട്രാൻസാക്ഷൻ, പർച്ചേസ് ഗുഡ്സ് ഫോർ റുപ്പീസ് 50,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങി. സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 70,000 രൂപയുടെ ഗുഡ്സ് വിറ്റു. സാലറീസ് പെയ്ഡ്, നമ്മുടെ ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എംപ്ലോയിക്ക് 10,000 രൂപ സാലറി കൊടുത്തു. റെൻറ്റ് റിസീവ് 5,000, നമ്മൾ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ 5,000 രൂപ റെൻറ്റ് കിട്ടി. ഇത്രയുമാണ് ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ എന്ന് വെറുതെ സങ്കല്പിക്കുക നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു 50,000 രൂപയ്ക്ക്, ഗുഡ്സ് വിറ്റു 70,000 രൂപയ്ക്ക്, 10,000 രൂപ സാലറി കൊടുത്തു, 5,000 റുപ്പീസ് റെൻറ്റ് കിട്ടി. നമുക്കിത് അക്കൗണ്ട് ചെയ്യണം. ഒരു വർഷം എങ്ങനെ അക്കൗണ്ട് ചെയ്യും? അപ്പോൾ ആ ഡെഫിനിഷൻ പ്രകാരം ആദ്യത്തെ സ്റ്റെപ്പ് റെക്കോർഡിങ്. എന്താ റെക്കോർഡിങ്? ട്രാൻസാക്ഷൻസ് എഴുതി വയ്ക്കുക. എങ്ങനെ എഴുതി വയ്ക്കുക? അതൊരു പ്രത്യേക രീതിയിലാണ്. അതായത് ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. ബിസിനസ്സിൻ്റെ കണ്ണിലൂടെ നോക്കുക, ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്നോട്ട് ചിന്തിക്കുക. ബിസിനസ്സിലേക്ക് വരുന്നതും ബിസിനസ്സിൽ നിന്ന് പോകുന്നതും. ബിസിനസ്സിലേക്ക് വരുന്നത് റിസീവിങ്, ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ഗിവിങ്. ഇങ്ങനെ ചിന്തിക്കണം. ഇപ്പോൾ ഗുഡ്സ് കാശ് കൊടുത്ത് വാങ്ങി 50,000 രൂപയ്ക്ക്. അപ്പോൾ എന്തെഴുതും? ഗുഡ്സ് റിസീവിങ് വന്നു, ക്യാഷ് ഗിവിങ് പോയി.
അപ്പോൾ പർച്ചേസസ്, ഗുഡ്സ് എന്ന വാക്കിന് പകരം നമ്മൾ പർച്ചേസസ് എന്ന് ഉപയോഗിക്കും. ഇപ്പോൾ ഒരു വെജിറ്റബിൾ ബിസിനസ്സിൽ വെജിറ്റബിൾസ് വാങ്ങി, അപ്പോൾ പർച്ചേസസ് എന്നെഴുതും. എന്ത് കൊടുത്തിട്ട് വാങ്ങി? ക്യാഷ് കൊടുത്തിട്ട് വാങ്ങി. അപ്പോൾ പർച്ചേസ്, ഗുഡ്സ് വന്നു, 50,000 രൂപയുടെ ഗുഡ്സ് വന്നു, 50,000 രൂപ ക്യാഷ് ആ വകയിൽ പോയി. ഇങ്ങനെ റിസീവിങ്, ഗിവിങ് എഴുതി വയ്ക്കും. അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് വിറ്റു. അപ്പോൾ എന്ത് സംഭവിച്ചു? ക്യാഷ് 70,000 രൂപ വന്നു, വിറ്റു, ഗുഡ്സ് വിറ്റു. പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി വിറ്റു, 70,000 രൂപയുടെ ഗുഡ്സ് പോയി. റിസീവിങ്, ഗിവിങ്. സാലറീസ് പെയ്ഡ്, ശമ്പളം കൊടുത്തു. എന്ത് സംഭവിച്ചു? ക്യാഷ് പോയി. ക്യാഷ് വെറുതെ പോയതാണോ? അല്ല, നമുക്കൊരു സർവീസ് കിട്ടി, ഒരാൾ പണിയെടുത്തു നമുക്ക് വേണ്ടി. ആ സർവീസിൻ്റെ വാല്യൂ ആണ് സാലറീസ്. അപ്പോൾ സാലറി കിട്ടിയെന്നല്ല, സാലറി എന്ന് പറയുന്നത് ഒരു സർവീസിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുക. അതാണ് റിസീവിങ്. ക്യാഷ് നമ്മുടെ നിന്ന് പോയി, അപ്പോൾ റിസീവിങ്, ഗിവിങ്. റെൻറ്റ് റിസീവ്ഡ്, വാടക കിട്ടി. അപ്പോൾ കയ്യിലേക്ക് വന്നത് എന്താ? ക്യാഷ് വന്നു. നമ്മളൊരു സർവീസ് അങ്ങോട്ട് കൊടുത്തു, അതിൻ്റെ വാല്യൂ ആണ് റെൻറ്റ്. അപ്പോൾ പോയത് സർവീസാണ്. ആ സർവീസിൻ്റെ വാല്യൂവിനെ നമ്മൾ റെൻ്റ് എന്ന് വിളിക്കാം. നമ്മളൊരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തു, സർവീസ് അങ്ങോട്ട് കൊടുത്തു, അപ്പോൾ റെൻറ്റ്, സർവീസ് കൊടുത്തു. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനിൽ ഒരു റിസീവിങ് ആസ്പെക്റ്റ്, ഗിവിങ് ആസ്പെക്റ്റ്. ഇങ്ങനെ ഫസ്റ്റ് ഇതൊക്കെ എഴുതി വയ്ക്കും. റെക്കോർഡിങ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും. നമ്മൾ തരംതിരിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അക്കൗണ്ടിങ്ങിൽ, ക്ലാസിഫൈയിങ്. എങ്ങനെ തരംതിരിക്കുന്നു? എക്സ്പെൻസ്, ഇൻകം, ചെലവ്, വരവ്. ഇനിയും പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് തൽക്കാലം വരവ്, ചെലവ്, വരവ് ഇങ്ങനെ തിരിച്ചു. ഇപ്പോൾ നമ്മൾ ഈ എടുത്ത ട്രാൻസാക്ഷൻസിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു 50,000 രൂപയ്ക്ക്. എന്താ അത്? ചെലവാണ്. ഗുഡ്സ് വാങ്ങാൻ പൈസ ചിലവാക്കി, പർച്ചേസസ് 50,000. ഗുഡ്സ് വിറ്റു, സെയിൽ ചെയ്തു, അപ്പോൾ നാച്ചുറലി നമുക്ക് ഇൻകമാണ്, വരവാണ്. അപ്പോൾ സെയിൽസ് 70,000 ഇൻകത്തിൽ എഴുതി. സാലറി കൊടുത്തു, ശമ്പളം കൊടുത്തു, ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്, ചിലവാണ്, അപ്പോൾ സാലറീസ് 10. റെൻറ്റ് കിട്ടി, വരുമാനം, നമുക്ക് ഇൻകം, അപ്പോൾ ഇൻകത്തിൽ എഴുതി. അങ്ങനെ വരവും ചിലവുമായിട്ട് തരംതിരിച്ചു. ക്ലാസിഫൈ. മൂന്നാമത് എന്ത് ചെയ്യും? തേർഡ് പ്രോസസ്സ് എന്താണ്? സമ്മറൈസിങ്. എന്താ സമ്മറൈസിങ്? നമ്മൾ ഇൻകം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു 70, ഒരു 5, 75 ടോട്ടൽ ഇൻകം. നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എഴുതി വെച്ചിട്ടുണ്ട്, 50, 10, 60 പർച്ചേസും സാലറിയും കൂടിയിട്ട്. ആ 60,000 രൂപ ചിലവ് ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യും, എക്സ്പെൻസിൽ നിന്ന് ഇൻകം മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 75,000 രൂപ വരവ്, ഇൻകം. 60,000 രൂപ നമ്മൾ ചിലവ് കഴിച്ച് 15,000 രൂപ, 75 മൈനസ് 60 പ്രോഫിറ്റ് 15,000. ഇത് 2010-ത്തെ പ്രോഫിറ്റാണ്. നമ്മൾ 2010-ലെ ട്രാൻസാക്ഷനാണ് സങ്കല്പിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് 2010 ഇത് കിട്ടി, പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് സമ്മറൈസിങ് എന്ന് പറയുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താ? 2010-ലെ പ്രോഫിറ്റ് 15,000. ഇവിടെ ഞാൻ ഈ ട്രാൻസാക്ഷൻസ് തന്ന കൂട്ടത്തിൽ അതിൻ്റെ പ്രോഫിറ്റ് ഫോർ 2009 20,000 എന്നെഴുതിയിട്ടുണ്ട്. അത് അസ്യൂം ചെയ്യാം. നമുക്ക് കഴിഞ്ഞ കൊല്ലം 20,000 രൂപ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ബുക്ക് എടുത്ത് നോക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ 2010-ൽ 15,000 രൂപ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് 20,000, ഇക്കൊല്ലത്തെ പ്രോഫിറ്റ് 2010-ത്തെ പ്രോഫിറ്റ് 15,000. സോ 20 ആയിരുന്നത് ഇക്കൊല്ലമായപ്പോൾ 15 5,000 രൂപ ഡിക്രീസ്, കുറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി. പ്രോഫിറ്റ് കുറഞ്ഞതിന് പല കാരണം ഉണ്ടാവാം. ചിലവ് കൂടിയതാവാം, വരവ് കുറഞ്ഞതാവാം, സെയിൽസ് കുറഞ്ഞതാവാം, പല റീസൺ ഉണ്ടാവാം. എന്തുകൊണ്ട് എന്നുള്ള അനലൈസ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കി ഓണർക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് കൊടുക്കുക. ഇതാണ് അക്കൗണ്ടിങ്. ഇതാണ് അക്കൗണ്ടൻസിയുടെ ഡെഫിനേഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിങ്, നടന്ന ട്രാൻസാക്ഷൻ്റെ റിസീവിങ് ഗിവിങ് എഴുതി വയ്ക്കുക. ക്ലാസിഫയിങ്, എക്സ്പെൻസ് ഇൻകം ചെലവും വരവുമായിട്ട് തരംതിരിക്കുക. അടുത്ത സ്റ്റെപ്പ് സമ്മറൈസ് ചെയ്യുക. എന്താ സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസ്, ആകെ വരവ്, ആകെ ചെലവെടുക്കുക, പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റെപ്പ് ഇൻ്റർപ്രറ്റിംഗ്, ഈ കൊല്ലത്തെ പ്രോഫിറ്റിനെ ലോസിനെയോ കഴിഞ്ഞ കൊല്ലത്തേതുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് ബിസിനസ്സിൻ്റെ പ്രോഗ്രസ് ചെക്ക് ചെയ്യുക. പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ കാരണങ്ങൾ വെച്ചുകൊണ്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതാണ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അത് ചെയ്യുക. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, നമ്മളെല്ലാം ചെയ്യുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്.
മണിയാണ്, ഇത്ര രൂപയുടെ ട്രാൻസാക്ഷൻ, ഇത്ര രൂപയുടെ ട്രാൻസാക്ഷൻ. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തതിൻ്റെ യൂണിറ്റ് മണിയാണ്. പണം കൊണ്ട് അളക്കാൻ പറ്റുന്നത് മാത്രമേ അക്കൗണ്ടൻസിയിൽ വരുള്ളൂ. സോ ഇൻ ടേംസ് ഓഫ് മണി എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, ഇടപാടുകളെയും ഇവൻസിനെയുമാണ്. എന്താണ് ട്രാൻസാക്ഷനും ഇവൻറ്റും അത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഇടപാടുകൾ എന്ന് മനസ്സിലാക്കുക. അതിനെ റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ആൻഡ് അത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആണ്? ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് വെച്ചാൽ പണം കൊണ്ട് അളക്കാൻ പറ്റുന്നതായിരിക്കണം. ബിസിനസ്സിൽ പണം കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒന്നും വരില്ല. അപ്പോൾ പണം കൊണ്ട് അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. ഒരു മാനേജർക്ക് കൊടുക്കുന്ന സാലറി എഴുതി വയ്ക്കാൻ പറ്റും, പക്ഷേ അയാളുടെ എഫിഷ്യൻസി, സ്കിൽ അതൊന്നും എഴുതി വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കണം. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, ഇൻറ്റർപ്രറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ ലോസോ കമ്പയർ ചെയ്തിട്ട്, പല വർഷങ്ങളിലെ കമ്പയർ ചെയ്തിട്ട് പ്രോഗ്രസ് ചെക്ക് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഡെഫിനിഷൻ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഡിസ്കഷൻസ് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.